എൻ്റെ ഓമനക്കുട്ടിയെ സുഖാണാ? സത്യഭാമയല്ല, നിന്റെ തന്തേരെ ഭാമ. നമ്മുടെ എമർജൻസി ഒരു കാര്യത്തിന് വേണ്ടി വന്നതാ. അപ്പോൾ അതങ്ങ് തുടങ്ങാം. അതിനിടയിൽ ഞാൻ ഓരോരുത്തരെ കണ്ടോളാം, കുഴപ്പമില്ല. ഗിരി നമസ്കാരം, പ്രസന്ന നമസ്കാരം. അതായത് ഞാൻ മല്ലിക സുകുമാരനെ കുറിച്ച് സംസാരിച്ചത് ഭയങ്കരമായിട്ട് അവർ തിരിച്ച് അവരുടെ കുറേ ആൾക്കാർ എനിക്ക് വേറൊരു വൃത്തികെട്ട രീതിയിൽ കമൻസ് ഇടണം. പക്ഷേ മല്ലിക സുകുമാരൻ എന്നെ പറഞ്ഞതിൽ ജനം മൊത്തം കേട്ടതാണ്. പിന്നെ എൻ്റെ ഈ ലൈവ് പോകുന്നത് എൻ്റെ കൂടെ ഞാൻ മല്ലിക സുകുമാരൻ പറഞ്ഞത് ഇടുന്നുണ്ട്, എന്നാലല്ലേ ഞാൻ പറഞ്ഞിട്ട് അത് സത്യമാണെന്ന് അറിയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് സത്യഭാമ ടീച്ചർ ഇത് പറഞ്ഞു എന്നുള്ളതിന് ഒരു ശരി അവിടെ വരും അല്ലേ? അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് കിടക്കാം. അതായത് അവരുടെ കുറേ സുഹൃത്തുക്കളാണോ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ പേര്, അതിൽ കുറച്ച് പേരുടെ പേരുകൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ കമൻസും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ആദ്യമേ തന്നെ ഒരു ഡോക്ടർ ബിബിൻ ബാബു. ഇവനെ ഏത് ഡോക്ടറാണ്? എൻ്റെ ബിബിൻ എന്നെ നമശിവായ എന്നറിയാത്ത ഒരാളാണ് അല്ലേ? എന്നറിയാത്ത ബിബിൻ എന്തിനാ ഇങ്ങനെ അനാവശ്യം പറയുന്നത്? നിങ്ങൾ മല്ലിക സുകുമാരൻ്റെ ആളായിരിക്കാം, അതെനിക്ക് വിഷയമല്ല. എന്നെ അവർ പറഞ്ഞു, ഞാൻ തിരിച്ചു പറഞ്ഞു. വേണ്ടേ? ബിബിനാണെങ്കിൽ പറയോ തിരിച്ച്? ഒരാൾ പറയണം അങ്ങ് മൊത്തം ബിബിൻ കേട്ടോണ്ടിരിക്കുമോ? ഇല്ലേ, കേട്ടോണ്ടിരിക്കില്ല. നമ്മളെല്ലാവരും മറുപടി പറയും. അതുപോലെ ഞാനും പറഞ്ഞുള്ളൂ. എനിക്ക് അവരുടെ മേഖലയായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ ഒരു സിനിമാ നടിയല്ല, ഞാനൊരു ഡാൻസറാണ്. രാജീവ് കുമാർ നമസ്കാരം, അത് മനസ്സിലായില്ലേ? അപ്പോൾ അവസാനം എനിക്ക് ഇവരെ എടുത്ത് ഒരു ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ ബിബിൻ ബാബു, നീ ഏത് കോണത്തിലെ ഡോക്ടറാടാ തെണ്ടി? നീ ഒരു വ്യാജ ഡോക്ടറല്ലേ? നീ ആരാ മല്ലിക സുകുമാരൻ്റെ? നീ ഇവിടെ നേരിട്ട് വാടാ തെണ്ടി കേട്ടാ. നീ ആരാ? നിനക്ക് എന്ത് വേണം? നീ പറഞ്ഞു അതായത് പിന്നെ അവസാന കാലത്ത് അമ്മച്ചി വലിയ എന്തൊക്കെ ആവാനുള്ള ശ്രമത്തിലാണ്. നീ ജനിച്ചത് എങ്ങനെയാടാ? തുണിയും കോണകമൊന്നും ഇല്ലാണ്ടല്ലേ നീ നിൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നേ? നീ ഇപ്പോൾ ജട്ടിയും പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് കിടക്കണം അല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാ. നീ ജനിച്ച പാടാടാ നീ ഇരിക്കണം. ഇപ്പോൾ എൻ്റെ 67ാമത്തെ വയസ്സിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരടാ തെണ്ടി ഡോക്ടറെ. നീ ആരാണ്? നിന്നെ ഡോക്ടറാ? നിന്നെ കോണത്തിലെ ഡോക്ടർ എന്നാണ് ഞാൻ വിളിക്കാൻ പോണത് കേട്ടാ. വയസ്സാം കാലം നിന്റെ തള്ളയുണ്ടോ? നിനക്ക് ഒരെണ്ണം അവിടെ? നിന്റെ തള്ളക്കുള്ളത് എനിക്ക് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക് കേട്ടാ. നീ ഒന്ന് പരിശോധിച്ചിട്ട് വാ നിന്റെ അമ്മേരെ, മനസ്സിലായ? എന്നിട്ട് നീ എൻ്റെ അടുത്ത് വാ, സത്യഭാമ ടീച്ചറിൻ്റെ അടുത്ത്. എന്നിട്ട് നീ ഇതിനകത്ത് എഴുതിയണമെങ്കിൽ പിന്നെയും കമൻറ്റിൽ ഏതോ ഒരുത്തം വന്ന് മെഴുകുന്നുണ്ടെന്നാ നീ അന്വേഷിച്ച് പിടിക്കണവനെ. എടാ നീ എന്തെന്നാ വിചാരിച്ച ഡോക്ടറാ? നിന്നെ ഡോക്ടറിനല്ല വിളിക്കണ്ടേ തെണ്ടി ബിബിനെ, മനസ്സിലായ? നീ ഡോക്ടറാ. നിന്നെ ഒരുത്തം വന്ന് മെഴുകണം. നീ എന്തെന്നാ വിചാരിച്ച ഞാൻ മാത്രമേ ഉള്ളെന്നാ? എൻ്റെ കൂടെ ഒരു ഗാങ് ഉണ്ടടാ, നീ ഇങ്ങോട്ട് വാ. നിൻ്റെ കൂടെയുള്ളവരെ നീ വിളിച്ചോ കേട്ടാ. ഇനി നീ ഇതിൻ്റെ താഴെ കൊണ്ട് കമൻസ് ഇട്ടാ നായേ. നീ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. എന്ത് തെണ്ടിത്തരം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ? നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ എത്തൂട്ടാ, നിന്റെ ഹോസ്പിറ്റലിൽ എവിടെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരണം നിനക്ക്. നിന്നെ തിരുവനന്തപുരത്ത് ഞാൻ കൊണ്ടുവന്ന് കാണാം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മാന്യമായിട്ട് എഴുതും കേട്ടാ, വൃത്തികെട്ടവനെ. നീ നിന്റെ തള്ളയുടെ കാര്യങ്ങളൊക്കെ നോക്കടാ, അതാ നല്ലത് വീട്ടിൽ കേട്ടാ. നിന്റെ ഭാര്യ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പുറകെ നടക്കും, അതാ നല്ലത്. ഇനി വേറെ ഒരുത്തി, അതായത്